ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടിപൊളി ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പറയാൻ പോണത്. അങ്ങനെ കരുണ ഭയങ്കര അഹങ്കാരത്തോട് പറയാണ്, ആ വീൽ ചെയറിലിരിക്കുന്ന ആൾക്ക് ജീവിതകാലത്ത് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല. ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ അവർ ആർക്ക് കൊടുക്കാനാ? അതൊക്കെ എൻ്റെ ഉണ്ണിയേട്ടൻ്റെയും എൻ്റെയും കുഞ്ഞുങ്ങൾക്കുള്ളതാണ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കരുണ. കരുണയുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ കരുണ എന്ത് പറഞ്ഞാലും എന്താഗ്രഹവും സാധിച്ചു കൊടുക്കുകയാണ് ഉണ്ണിയും അതുപോലെ തന്നെ അമ്മായിയമ്മയും കൂടിയിട്ട് കേട്ടോ. അങ്ങനെ കരുണ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അതങ്ങനെ ചെയ്യും, ഇതിങ്ങനെ ചെയ്യും, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കരുണയാണെങ്കിൽ പല മുതലെടുപ്പും നടത്തുന്നുണ്ട്. ഉണ്ണീനെ വരച്ച വരയിൽ നിർത്തുന്നത് പോലും ആ കുഞ്ഞിന്റെ പേര് പറഞ്ഞിട്ടാണ് ഉണ്ണീനെ വരച്ച വരയിൽ നിർത്തുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് കരുണയുടെ ആ ഒരു വലിയ കള്ളത്തരം മഹാസത്യം എല്ലാവരും അറിയാൻ പോകുന്ന ഒരു ഭാഗമായിട്ട് ഇനി വരാൻ പോണത്. അതെന്താണെന്നല്ലേ? അത് വേറൊന്നുമല്ല, നമ്മുടെ കരുണ പ്രഗ്നന്റ് ആണ്, വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ട് വയറും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വെറുതെ ആട്ടോ. കരുണ പ്രഗ്നന്റ് ഒന്നല്ല, കരുണ പ്രഗ്നന്റ് ആയിരുന്നു, ശരിക്കും ഗർഭിണി തന്നെയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് കൺഫേം ചെയ്തതുമാണ്. പക്ഷെ അതിനുശേഷം കരുണയുടെ കയ്യിലിരിപ്പ് കൊണ്ട് കാരണം ആ കുഞ്ഞിന് കരുണക്ക് നഷ്ടമാവാണ്. പിന്നീട് അത് മറ്റുള്ളവർക്ക് എങ്ങനെ പറയും? പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അഹങ്കാരം കൊണ്ട് ആ കുഞ്ഞു പോയതാണെന്നല്ലേ മറ്റുള്ളവർ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഇപ്പൊ ആരോടും പറയണ്ട, സ്വന്തം ഭർത്താവിനോടും പോലും പറയണ്ട. കുറച്ച് മാസങ്ങൾ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോട്ടെ. കുറേ മാസങ്ങൾ കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറയാം. വീണെന്നോ, ഉരുണ്ട് വീണെന്നോ, മലർന്ന് വീണെന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ കൂടെ എൻ്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കാനൊന്നും തന്നെയില്ല. എന്തായാലും കുറച്ച് നാളെ ഇങ്ങോട്ട് പോട്ടെ. ഈ കുഞ്ഞിന്റെ പേര് പറഞ്ഞു കുറച്ച് സ്വത്തുക്കളും പണവും ഒക്കെ തട്ടിയെടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ തട്ടിയെടുക്കണം എന്ന് കരുണ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം. അപ്പൊ കരുണയുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ കണ്ണന്റെ കാല് ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ണന്റെ കാല് അനങ്ങുന്നുണ്ടോ, കണ്ണന്റെ കാലിന് ചലനശേഷി, രണ്ട് കാലിന് ചലനശേഷി കിട്ടിയോ, അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കരുണയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ കണ്ണന്റെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. ഇവളുടെ ഈ പരിപാടി എങ്ങനെയെങ്കിലും നിർത്തണമല്ലോ, അല്ലെങ്കിൽ എന്റെ കണ്ണേട്ടന് മനസ്സമാധാനത്തോടെ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല എന്ന് നമ്മുടെ മഹാലക്ഷ്മിക്ക് മനസ്സിലാവാണ്. പക്ഷെ ഇവളെങ്ങനെയാ ഇവളെങ്ങനെയാ ഒന്ന് ഈ പരിപാടി, അത് ഒളിഞ്ഞു നോട്ടത്തിൽ നിന്ന് ഇവളെങ്ങനെയാ ഒന്ന് പിന്തിരിപ്പിക്കുക എന്നൊക്കെ മഹാലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് മഹാലക്ഷ്മിയുടെ കണ്ണിൽ തന്നെ ദൈവമായിട്ട് ആ ഒരു കാഴ്ച കാണിച്ചു കൊടുക്കണത്. മഹാലക്ഷ്മി നോക്കുമ്പോഴേക്കും നമ്മുടെ കരുണയുടെ വയറ്റിൽ വെച്ചിരിക്കുന്ന വെച്ച് കെട്ടുണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ലൂസ് ആകുമ്പോഴേക്കും കരുണ അത് ടൈറ്റ് ചെയ്ത് കെട്ടുന്നത് നമ്മുടെ മഹാലക്ഷ്മി കാണാട്ടോ. അതോടുകൂടി തന്നെ മഹാലക്ഷ്മിക്ക് അല്ലെങ്കിൽ നേരത്തെ സംശയമുണ്ട്. അവൾ ഇടയ്ക്കിടയ്ക്ക് ഈ കുഞ്ഞിന്റെ കാര്യം പറയണമുണ്ട്. പിന്നെ നന്നായിട്ട് സുഖിച്ചങ്ങോട്ട് ഇരിക്കുകയാണ്, പണിയൊന്നും എടുക്കാതെ ഭക്ഷണവും കഴിച്ച്. അതായത് സ്വർണത്തിന് സ്വർണം, അതുപോലെ തന്നെ പണത്തിന് പണം, ഷോപ്പിങ്ങിന് ഷോപ്പിംഗ്, കുഞ്ഞിന്റെ പേരും പറഞ്ഞ് എല്ലാ സാധനവും വെട്ടി വിഴുങ്ങാണ്. എല്ലാവർക്കും വായിക്കോളെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവൾക്ക് സ്വർണ്ണക്കോളാണ് എന്നൊക്കെ മഹാലക്ഷ്മി വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് മഹാലക്ഷ്മി ആ ഒരു സത്യം മനസ്സിലാക്കുന്ന കേട്ടോ. വേറൊന്നല്ല, ഒരു ദിവസം മഹാലക്ഷ്മി നോക്കുമ്പോഴേക്കും നമ്മുടെ കരുണ വയറ്റിലിങ്ങനെ കൈ വെച്ചിട്ട്, അതായത് വെച്ചുകെട്ടുണ്ടല്ലോ, ആ വെച്ചുകെട്ട് ഇങ്ങനെ മുറുക്കെ കെട്ടാൻ വേണ്ടി എന്തോ നോക്കുന്നത് മഹാലക്ഷ്മിയുടെ കണ്ണിൽ പെടുവാണ്. ഇവൾ എന്താ ഈ ചെയ്യണത് എന്ന് മഹാലക്ഷ്മി ഇങ്ങനെ നോക്കുന്നുണ്ട്. ശേഷമാണെങ്കിൽ മഹാലക്ഷ്മിക്ക് നേരത്തെ സംശയമുണ്ട്, കാരണം ഇടക്കിടക്ക് ഇവള് വയറ് താങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ട്. അത് ലൂസാവുന്നുണ്ടാവായിരിക്കും, അതായിരിക്കും താങ്ങി പിടിച്ച് നിൽക്കുന്നത്. മഹാലക്ഷ്മി അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണന്റെ പുറകെയുള്ള ഈ നടത്തം, അത് ഒളിഞ്ഞു നോട്ടം, കണ്ണനെ നടക്കാൻ പറ്റുന്നുണ്ടോ, ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒളിഞ്ഞു നോട്ടം, അതൊന്ന് നിർത്താൻ വേണ്ടി തന്നെ മഹാലക്ഷ്മി കരുണയുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി തയ്യാറാകാട്ടോ. അങ്ങനെ കരുണ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവള് ഗർഭിണിയായിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് എന്നൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ മഹാലക്ഷ്മി കരുണനെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ആ മഹാസത്യം മഹാലക്ഷ്മി മനസ്സിലാക്കുന്നത്, കരുണ ഗർഭിണിയൊന്നല്ല, ഓൾറെഡി ആൾക്കൊരു പ്രഗ്നന്റ് ആയിരുന്നു. ആ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആളുടെ കുഞ്ഞ് അവൾ ഫസ്റ്റ് പ്രഗ്നന്റ് ആയ സമയത്ത് ഡോക്ടറെ അടുത്ത് പോയിട്ട് കൺഫേം ഒക്കെ ചെയ്തതാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിലാണ് ഈ കുഞ്ഞ് നഷ്ടപ്പെടുകയും കരുണയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് കേട്ടോ ആ കുഞ്ഞിന് നഷ്ടമാകുന്നത്. പക്ഷെ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കിട്ടേണ്ട സ്വത്തുക്കളൊന്നും കിട്ടാതാകും. ഇതാകുമ്പോഴേക്കും ഒരു 5-6 മാസം ഇങ്ങനെ തള്ളിപ്പോവാം. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കാലോ. അതുവരെ കിട്ടാവുന്ന സ്വത്തുക്കളും പണവും സ്വർണവും ഒക്കെ അടിച്ചു മാറ്റാൻ വേണ്ട കരുണയുടെ തീരുമാനം. കാരണം കുഞ്ഞിന്റെ 7-ാം മാസം, അതായത് വളകാപ്പ് ചടങ്ങിനൊക്കെ ഒരുപാട് ഗോൾഡ് കിട്ടുമല്ലോ, പിന്നെ 5-ാം മാസം അങ്ങനെ ഒരുപാട് സ്വർണം കിട്ടും. അപ്പൊ അത് മാത്രമേ കരുണ മനസ്സിൽ കാണുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതുവരെ എന്തായാലും ഈ കുഞ്ഞുണ്ടെന്ന് തന്നെ മറ്റുള്ളവർ വിശ്വസിച്ചോട്ടെ, സ്വന്തം ഭർത്താവ് പോലും അങ്ങനെ വിശ്വസിക്കട്ടെ. അതിനുശേഷം എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് കരുണ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അങ്ങനെയാണ് കരുണ ഈ ഒരു വെച്ചുകെട്ട് നാടകം കളിക്കണത്. മഹാലക്ഷ്മി അത് കൈയോടെ കണ്ടുപിടിക്കുന്നുണ്ട്. കൈയോടെ
കണ്ടുപിടിക്കുക മാത്രമല്ല അത് ഫോണിൽ പകർത്തണുണ്ട്. കാരണം നാളൊരു സമയത്ത് ഇവള് കള്ളം പറഞ്ഞ ആ തെളിവ് കാണിച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ മഹാലക്ഷ്മി കരുണയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ കാണിക്കുന്ന കള്ളത്തരം ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞ പിടിച്ചു നിൽക്കാൻ എനിക്കറിയാവുന്ന കരുണയും പറയാണ്. അങ്ങനെ മഹാലക്ഷ്മി തന്നെ ആ ഒരു വലിയ കള്ളത്തരം പൊളിച്ചെടുക്കാണ് കരുണയുടെ. ഇവള് ഗർഭിണിയായിരുന്നു, പക്ഷെ ഇവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഇവള് വെറും വെച്ചുകെട്ട് വെച്ചിട്ടാണ് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നടക്കണത്. എന്നിട്ട് ആ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഇവിടെ നിന്നുള്ള മാക്സിമം സ്വർണവും സ്വത്തുക്കളൊക്കെ അവൾക്ക് അടിച്ചു മാറ്റണം. പിന്നെ ഒരു 8-9 മാസം ആകുമ്പോ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അവൾക്ക് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവളുടെ അച്ഛനും പുന്നാര മുത്തശ്ശിയൊക്കെ അവളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അതാണ് അവളുടെ ഉദ്ദേശം. എല്ലാരും അവൾ പറ്റിക്കായിരുന്നു, സ്വന്തം ഭർത്താവിനെ പോലെ പറ്റിക്കായിരുന്നു. നീ എന്തൊരു ആണാടോ ഉണ്ണി, നിന്റെ ഭാര്യ ഗർഭിണിയാണോ അല്ലയോ എന്ന് പോലും അറിയാനുള്ള കഴിവ് പോലും നിനക്കില്ലല്ലോ. എന്നിട്ടാണ് ചേട്ടന്റെ സ്വത്തിൽ കണ്ണും വെച്ച് നടക്കുന്നത്, ചേട്ടനെ കൊല്ലാൻ വേണ്ടി കൂട്ടു നിൽക്കണത്. നാണുണ്ടല്ലോടാ, ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കടാ എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ കരുണക്ക് എന്ത് ചെയ്യാൻ പറ്റണം ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലാട്ടോ. അങ്ങനെ ഉണ്ണി കരുണനെ കുറ്റപ്പെടുത്താണ്. നീ നാണുള്ളിലോടി നിനക്ക്, എന്നെ നീ ചതിക്കായിരുന്നു ഇത്രോ നാളല്ലേ. നിനക്ക് എൻ്റെ ഏട്ടനെയും അതുപോലെ തന്നെ എല്ലാവരും തള്ളി പറഞ്ഞു. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചുള്ളൂ. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ, നമ്മുടെ കുഞ്ഞിനെ മാത്രമേ ഞാൻ സ്നേഹിക്കുന്നുണ്ടായുള്ളൂ. ഏട്ടനെ കൊല്ലാൻ വരെ ഞാൻ നോക്കി. എല്ലാത്തിനും എനിക്ക് ദൈവം തന്ന ശിക്ഷ തന്നെയായത്. നീ തന്നെ എല്ലാത്തിനും കാരണം. എന്തിനാടി ഇത്രയും കള്ളത്തരങ്ങളെ കാണിച്ച് ഇങ്ങനെ ജീവിച്ചിരിക്കണത്? അതിനേക്കാളും നല്ലത് നിനക്ക് പോയി ചത്തൂരടി. എൻ്റെ കുഞ്ഞിനെയും കൊന്ന് അവള് വെച്ചുകെട്ടും കൊണ്ട് നടക്കുവാണ്. ഇനി ആരെ കാണിക്കാനായിട്ടെ നീ വെച്ചുകെട്ടും കൊണ്ട് നടക്കണത്? ഒരു കളയടിയത് എന്നൊക്കെ ഉണ്ണി പറയാണ്. കരുണക്കാണെങ്കിൽ മഹാലക്ഷ്മിനെ കൊല്ലാനുള്ള ദേഷ്യം കേട്ടോ. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം അനിയത്തിയല്ലേ ഞാൻ? അതെ, സ്വന്തം അനിയത്തിയായത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. കണ്ണൻ മഹാലക്ഷ്മിനെ ഒരുപാട് നന്ദി പറയേണ്ടത്, എന്നാൽ തന്റെ കുടുംബത്തെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് താൻ രക്ഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നന്ദി പറയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മഹാലക്ഷ്മിക്കാണ് ആദ്യം കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്, കരുണക്കല്ല. കാരണം കരുണയുടെ വെറും വെച്ച് കെട്ട് മാത്രമാണ്. പക്ഷെ മഹാലക്ഷ്മി നമ്മുടെ അമ്പലത്തിൽ വെച്ച് കാണുന്ന മുത്തശ്ശി പറയുന്ന പോലെ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ആ കുഞ്ഞുങ്ങൾ പൊന്നുപോലെ വളർത്തുകയും ചെയ്യും. അപ്പോഴും ഈ കരുണക്ക് കുഞ്ഞുങ്ങളൊന്നും ആവില്ല കേട്ടോ. അഹങ്കാരത്തിന്റെ ഫലം ദൈവം കൊടുത്താണ് കരുണക്ക്. എന്തായാലും നമ്മുടെ മഹാലക്ഷ്മിയുടെ കണ്ണന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമാണ്. അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന ഭാഗമാണ് ഇനി കാണാൻ പോകുന്നത്. കണ്ണന് ഏറെ കുറെയൊക്കെ നടക്കാൻ പറ്റുമെന്ന് തന്നെ തിരുവേനി വൈദ്യം പറയാണ്. അതായത് അരക്കെട്ടിന് താഴെയാണല്ലോ തളർന്നിരിക്കുന്നത്, അവിടെ സ്പർശിച്ചാലൊന്നും അറിയാൻ സാധിക്കില്ല അരക്കെട്ടിന് താഴേക്ക്. പക്ഷെ ഇപ്പൊ പതുക്കെ അരക്കെട്ട് നമ്മുടെ ഇങ്ങനെ തൈലമൊക്കെ വെച്ച് തിരുമുമ്പോഴേക്കും ചെറുതായിട്ട് ഒരു അനക്കമൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. മാത്രമല്ല വേദനയൊക്കെ കണ്ണന് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ കണ്ണൻ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, കണ്ണന്റെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വൈദ്യം പറയുന്നുണ്ട്, ഇനി ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ആള് ഇനി എഴുന്നേറ്റ് നടക്കുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറയാട്ടോ. ഇതിൽ നല്ല അടിപൊളി ഭാഗം വരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ